എല്ലാവർക്കും മാമി സാമി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ആയൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഫിസിക്കലിയും മെൻ്റലിയും ഓക്കെ ആയിരുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ ഡെലിവറി കഴിഞ്ഞു, പെൺകുഞ്ഞാണ്. ഞാനും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ അറിയാലോ, ഒരു ഡെലിവറി കഴിഞ്ഞാൽ ഒരു ലേഡിക്ക് ഉണ്ടാവുന്ന പല പ്രശ്നങ്ങളും എനിക്കുണ്ടായിരുന്നു. ഇപ്പം 80% ഞാൻ ഓക്കെ ആയി. എന്താ പറയുക, ഭയങ്കര ഒരു സ്റ്റേജിലൂടെയൊക്കെ ആയിരുന്നു കടന്നു പോയത്. സി സെക്ഷൻ ആയിരുന്നു. അപ്പം അങ്ങനെയുള്ള കുറേ എന്താ പറയുക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും ചെയ്യാനുള്ള മൈൻഡില്ലായിരുന്നു. സോ ഇപ്പോൾ ഞാൻ ഓക്കെ ആയി എന്നല്ല, ഒരു 80% ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 40 days ആയി. ഇപ്പം ഞാനുള്ളത് എൻ്റെ വീട്ടിലല്ല, ഞാൻ കരുവന്തിരുത്തിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലാണ്. ഡെലിവറി കഴിഞ്ഞത് ഇപ്പം ഒരു 20 days കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് എത്തുമ്പോൾ. സി സെക്ഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്റ്റിച്ചൊക്കെ ഉണങ്ങാൻ കുറച്ച് ടൈം എടുത്തതുകൊണ്ട് തന്നെ 20 days കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ എത്തിയത്. നല്ലൊരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് കിട്ടിയത്. ഒരു നോർമൽ ആളുകൾക്ക് കംഫർട്ടായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് പോവുകയാണ്. ആളുതാ അവർ ഫുഡ് ഇവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇതാ ചിക്കൻ കറിയും വെള്ളപ്പവുമാണ്. അപ്പം ഇങ്ങനെയാണ് അവർ ഫുഡ് ഇവിടേക്ക് സെർവ് ചെയ്യുക. ഇതിനു മുമ്പേ രാവിലെ എഴുന്നേറ്റപാടെ കോഴിമുട്ട, അതുപോലെ പഴം, അങ്ങനെയുള്ള സംഭവങ്ങളാണ് തരാറ്. അത് കഴിഞ്ഞ് പിന്നെ മരുന്നുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ കാര്യങ്ങൾ തരും. പിന്നെ ഉച്ചയ്ക്ക് ചോറ്, ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. അതൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഞാൻ കഴിക്കാൻ പോവാണ് ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള ഇന്നത്തെ ദിവസത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഈവനിങ് ആണ് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുക. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാനും എൻ്റെ ഉമ്മയും മാത്രമേ ഉള്ളൂ ഇവിടെ ഉണ്ടായിരുന്നത്. രണ്ട് പേർക്ക് നിൽക്കാൻ പറ്റുള്ളൂ, അതായത് ബൈസ്റ്റാൻഡർ ഒരാളും ഞാനും, അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മയും ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. സത്യം പറയുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കുന്നത്, ഇത്രയും ദിവസം വിട്ട് നിൽക്കുന്നത് ആദ്യമായിട്ടായതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു എന്താ പറയുക ബോറടിയായിരുന്നു. നോർമൽ ഫുഡൊക്കെയാണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. റെഡിയായി കിടക്കുകയാണ് കേട്ടോ. കുളിച്ചിട്ട് മോളെ കുളി കഴിഞ്ഞു, ഉറങ്ങിപ്പോയി. ഇനി ഞാൻ കുളിക്കാൻ പോവാണ്. എൻ്റെ കുളി കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. തേങ്ങയും ചേർക്കും. കുളിച്ച് വന്നു കഴിഞ്ഞാൽ ഇതൊരു പതിവാണ്. അപ്പം ഫ്രഷായി ഒരു മധുരം കഴിക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ നിങ്ങൾ എല്ലാവരും ഉണ്ടോയെന്ന് എനിക്കറിയില്ല, നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. അത് കഴിഞ്ഞിട്ട് നല്ല കായ്ച്ച് കിടക്കുന്ന, അതായത് നല്ല തേങ്ങാക്കൊലകളുള്ള ആ തെങ്ങ് കാണാമെന്നുള്ളത്, അതിപ്പോൾ ഞാൻ പോയി കണ്ട്. എന്താ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. നല്ല കൊലച്ച് നിൽക്കുന്ന തേങ്ങകളുള്ള തെങ്ങ്. അത് കഴിഞ്ഞിട്ട് നിസ്കാരമുണ്ട്, രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. അതൊക്കെ കഴിഞ്ഞാൽ ആ ചടങ്ങ് അങ്ങോട്ട് കഴിഞ്ഞു. അവർ കുളി കഴിഞ്ഞിട്ട് ഇതാ ഈ ഒരു ഫുഡ് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് ഉള്ളിച്ചോറെന്ന് പറയും. ഇതും കൂടി
അപ്പോൾ കുളി കഴിഞ്ഞതിന് ശേഷം ഒന്നെങ്കിൽ പാൽക്കഞ്ഞി ആയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചോറായിരിക്കും. ഇന്നുള്ള ഫുഡാണ് നെയ്ച്ചോറ്, ഇസ്റ്റു, വെണ്ടക്ക മുളകിട്ടത്, പപ്പടം, കേബേജ്. സൺഡേസിൽ ഒന്നെങ്കിൽ ഗീ റൈസ് അല്ലെങ്കിൽ ബിരിയാണി അങ്ങനെയാണ് ഉണ്ടാവുക. ഇന്ന് ഗീ റൈസാണ്. ഞാനും ഉമ്മയും തിന്നാൻ പോകുന്നത്. അപ്പം കഴിച്ചിട്ട് അങ്ങനെ ഒരു 3:30-4 മണിയായപ്പം റാസിക്കും വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. കൂടെ മോളും ഉണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ കുറച്ചൊക്കെ ഹാപ്പിയാണ്. മക്കളെ പിരിഞ്ഞിട്ട് കുറച്ച് ദിവസമായല്ലോ ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതിൻ്റെ ഒരു ടെൻഷനും പിന്നെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറയുന്ന മാതിരി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് കൊണ്ട് തന്നെ. അപ്പം ഞാൻ റാസിക്ക വരുമ്പോഴേക്കും റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം റെഡിയായി പോകാൻ പോവാണ്. അപ്പം ഗായ്സ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത പുതിയ വിശേഷങ്ങളായി ഞാൻ ഉടനെ എത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.